SSFിന്റെയും SBS-ന്റെയും കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. നിങ്ങൾക്ക് അലി ആരെ അറിയില്ലേ? മുത്തുനബിയുടെ ഓമനപുത്രി ഫാത്തിമത്ത് സുഹറയുടെ പ്രിയതമൻ. അലി എന്നു കേട്ടാൽ നമുക്കൊരു പുലിയെയാണ് ഓർമ്മ വരികയല്ലേ? അവർ കുട്ടിയായിരുന്ന കാലം പോപ്പോ പീപ്പിയും വണ്ടിയും വിട്ട് ഓടിച്ചാടി വരികയാണ്. സ്റ്റാറിങ്ങായി കയ്യിൽ ഒരു കമ്പി കഷ്ണവുമുണ്ട്. തങ്ങൾ ഒരു ഇടവഴിയിലെത്തിയതും മുന്നിലതാ നിൽക്കുന്നു പൊത്തുപോലം പോന്ന ഒരു സാധനം. തങ്ങൾ തല ഉയർത്തി നോക്കി. പേടിപ്പെടുത്തുന്ന മുഖം, ഭയപ്പെടുത്തുന്ന ശരീരപ്രകൃതി. അബ്ദുൽ ബുദ്ധ്, മക്കയുടെ വില്ലാളി വീരൻ, ജഗപ്പോക്കിരി. പക്ഷേ അലിയാർ ഭയപ്പെട്ടില്ല. പ്രായത്തെ മാനിച്ചു വൈമാറി നടന്നു. ബുദ്ധൂസ് അലിക്കുട്ടിയെ തള്ളി താഴെയിട്ടു. അലിക്കുട്ടി വീണു. കാൽമുട്ടി പൊട്ടി ചോരയൊലിച്ചു. എന്തിനാ കാക്ക വൈമാറി നടന്നിട്ടും നിങ്ങൾ എന്നെ തള്ളിയിട്ടത്? തള്ളിയിട്ടാൽ നീ എന്താ മൂക്കിൽ കയറ്റുമോ? ബുദ്ധൂസ് മുക്രയിട്ടു. തങ്ങൾ തിരിഞ്ഞു നടന്നു. ആ നിമിഷം ബുദ്ധൂസ് വാളൂരി അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടി. തങ്ങൾ ഒഴിഞ്ഞു മാറി. വീണ്ടും വെട്ടി. കയ്യിലെ കമ്പി കഷ്ണം കൊണ്ട് തടുത്തു. വെട്ട്, തടവ്, വെട്ട്, ഒഴിവ്. ബുദ്ധൂസ് മുന്നേറുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ നിമിഷം അല്ലാഹു അക്ബർ, അയ്യോ, ബുദ്ധൂസ് ഒരു വലയത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അതയക്കാൻ ശ്രമിക്കുന്തോറും കൂടുതൽ കുടുങ്ങി. അലിയാർ തൻ്റെ പാടിനുപോയി. വിവരമറിഞ്ഞ് മക്കാ മുശ്രിക്കന്മാരുടെ നേതാക്കന്മാർ ഓടിയെത്തി. ആ കാഴ്ച കണ്ട് അവർ അന്താളിച്ചു. അലിയെ കൊല്ലാനിറങ്ങിയ നമ്മുടെ സർവകലാവല്ലവനത അനങ്ങാനാവാതെ കിടന്നു മോങ്ങുന്നു. എന്തു പറ്റി? അലി, ഇതൊന്നൂരി തരൂ, ഞാനിപ്പ ചാവും. അവർ അതയക്കാൻ ശ്രമിച്ചതും അയ്യോ വയ്യേ, ഇനി എന്തു ചെയ്യും? അവർ ചർച്ച ചെയ്തു. അങ്ങനെ അവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരു ഹംസ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു വളയം ഊരുന്നതിനെ പറ്റി ചിന്തിച്ചു. ഒരു ഐഡിയയും കിട്ടിയില്ല. ബുദ്ധൂസ് ആണെങ്കിൽ ചീർത്ത് വീർത്ത് ഹിപ്പോപ്പൊട്ടാമസ് പരുവത്തിലായിട്ടുണ്ട്. തൊടുമ്പയേക്ക് കാറി കരയുന്നു. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ട് നദുവത്തിന്റെ മക്കൾ ഞെട്ടി. ഈ കുരുക്ക് അലിക്കല്ലാതെ ഊരി മാറ്റാനാവില്ല. നിങ്ങൾ അവനെ സമീപിക്കൂ. നാണമുള്ളവർ ആ പണിക്ക് നിൽക്കുമോ കൂട്ടരെ? ഇത്തിരി പോന്നാലിയുടെ കാൽ പിടിക്കലല്ലേ അത്? പക്ഷേ ഗത്യന്തരമില്ലാതെ അവർ അലിക്കുട്ടിയെ സമീപിച്ചു. തൻ്റെ കാൽച്ചുവട്ടിൽ വന്നവരെ ചവിട്ടിത്തെറിപ്പിക്കൽ മാന്യതക്ക് ചേർന്നതല്ലല്ലോ. മേലിൽ അലിയാരെ ആക്രമിക്കില്ലെന്ന് ബുദ്ധൂസ് സമ്മതിച്ചു. ആ നിമിഷം ബുദ്ധൂസിന്റെ ഒരു ആക്രോശം മാത്രം കേട്ടു. വളയം അലിത്തങ്ങളുടെ കയ്യിൽ. ലജ്ജാഭാരത്തോടെ തലകുണിച്ച് അവർ നടന്നു നീങ്ങി. കൂട്ടുകാരെ, താൻ നിൽക്കേണ്ടിടത്ത് നിന്നില്ലെങ്കിലുള്ള ഫലം ഇതാണ്. കുട്ടികളാണെങ്കിലും നാം ആരെയും ചെറുതായി കാണരുത്. എന്താ കഥ ഇഷ്ടായില്ലേ? എന്നാ ഞാൻ പോട്ടെ.